നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ചു. ആനയുടെ മുറിവിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്താനായില്ല. അഴീക്കോട് IMUP സ്കൂളിൽ ശലഭോദ്യാനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ചു. ആന്റിബയോട്ടിക്കുകളും നൽകി. ആനയുടെ മുറിവിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്താനായില്ല. കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി ദൗത്യസംഘം 4 റൗണ്ടാണ് മയക്കുവെടി വെച്ചത്. ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത്. വെറ്റിലപ്പാറയ്ക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് കാട്ടാനയുള്ളത്. മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിന് തൊട്ടു മുൻപ് ദൗത്യസംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം കാടുകയറിയ കാട്ടാന ഇന്ന് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയതോടെയാണ് ദൗത്യസംഘത്തിന് കാര്യങ്ങൾ എളുപ്പമായത്. പരിക്കേറ്റ ആന കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് മാറിയ സമയത്താണ് മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെക്കുന്നതിന് മുൻപ് നേർക്കുനേർ വന്ന കാട്ടാന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തെങ്കിലും മറ്റ് അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. ജനുവരി 15 മുതലാണ് മുറിവേറ്റ നിലയിൽ ആനയെ തോട്ടത്തിൽ കണ്ടു തുടങ്ങിയത്. തുടർന്ന് വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അഴീക്കോട് IMUP സ്കൂളിൽ ശലഭോദ്യാനം ആരംഭിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ചിരിക്കുന്ന ശലഭോദ്യാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പരിസ്ഥിതി. അതില് മരങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. ഇപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ശലഭോദ്യാനമാണ്. ചിത്രശലഭങ്ങളെ ഇവിടെ ഇരിക്കുന്നത് തന്നെ ചിത്രശലഭങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് ചിത്രശലഭങ്ങൾ. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഏതെങ്കിലും ഒരു ചിത്രശലഭത്തെ പിടിച്ചാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെയാണ് കുട്ടികളെ പോലെ തന്നെയാണ് ചിത്രശലഭങ്ങൾ. ചിത്രശലഭങ്ങൾ ആകർഷിക്കപ്പെടുന്ന കുറേയേറെ ചെടികൾ നമ്മുടെ നാട്ടിലുണ്ട്. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഇർഷാദുൽ മുസ്ലിം സംഘം ട്രസ്റ്റ് സെക്രട്ടറി PK അബ്ദുൽ ജബ്ബാർ മുഖ്യാതിഥിയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ PK ധർമ്മരാജൻ, ഹൈദ്രോസ്, സ്കൂൾ പ്രധാനാധ്യാപിക ബീന, നഴ്സറി വിഭാഗം PTA പ്രസിഡന്റ് PM മനാഫ്, കർഷകൻ കാസിം, ജാസ്മിൻ, സാജിദ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഞാൻ വായിച്ചു. കഴിഞ്ഞ വർഷം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. സാധാരണ പെൻഷൻ പറ്റി വിശ്രമ ജീവിതം നയിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നിരവധി പ്രവർത്തനങ്ങളുമായി സമൂഹത്തിന്റെ ഒപ്പം സഞ്ചരിക്കുന്നവരാണ്. ഇനിയും നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷിക സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി ഒപ്പം തന്നെ എന്നെ ഇവിടെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള യൂണിറ്റ് പ്രസിഡന്റ് KK റാഫേൽ അധ്യക്ഷത വഹിച്ചു. P തങ്കം, ജോയ് മണ്ഡകത്ത്, KA അനീഫ, PP പുഷ്പാങ്കദൻ, PS സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സാഹിത്യകാരൻ ദിലീപനെ ആദരിച്ചു. കോണത്തുകുന്ന് മനക്കലപ്പടി പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രം തന്ത്രി ചെറുമുക്ക് ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും കലശപൂജയും നടന്നു. കാഴ്ചശിവേലി, എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പണ്ടിമേളം, വിളക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പഞ്ചാരി, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, ബ്രാഹ്മണിപ്പാട്ട്, തായമ്പക, ഗുരുതി എന്നിവയും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ചു. ആനയുടെ മുറിവിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്താനായില്ല. അഴീക്കോട് IMUP സ്കൂളിൽ ശലഭോദ്യാനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.